ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈദയും പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കട്ടെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോളം 2 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. അര കിലോളം തൂക്കം വരും മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഉപ്പ്, അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ആക്കണം കേട്ടോ. പിന്നെ 3 ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടിക്ക് ഒരു സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് നന്നായി കുഴയ്ക്കാം കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാം പൊടീനെ, എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുക ആദ്യം. എന്നിട്ട് ആ കട്ടകളൊക്കെ ഉടച്ച് നന്നായി കലക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരുവിധം വെള്ളം അങ്ങനെ ചേർത്തിട്ട് ഒന്ന് നന്നായി അടിയിൽ നിന്ന് മിക്സാക്കി അരച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കുഴച്ചെടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ നമ്മുടെ ദോശമാവിൻ്റെ രൂപത്തിൽ കുറച്ച് ലൂസിൽ വേണം കേട്ടോ. പൊടി മാവ് കറക്റ്റായിരിക്കും. അപ്പോൾ ദോശമാവിൻ്റെ ലൂസിൽ അങ്ങനെ കലക്കണം കണ്ടോ. ഈ അളവ് പാകാട്ടോ വെള്ളം കണ്ടോ. ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മാവ് കേട്ടോ. അപ്പോൾ മൈദ ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ ഒരു കപ്പ് അവിൽ ചേർത്തിട്ട് ആ അവിലൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഫില്ലിങ്ങിനുള്ളത് കേട്ടോ അതൊക്കെ. അപ്പോൾ അവിൽ വറുത്ത് എടുത്തതിന് ശേഷം ആ പാനിൽ തന്നെ നമുക്കൊരു 1.5-2 ടീസ്പൂണോളം നെയ്യ് ചേർത്തു. പഴം ഒരു 3 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ നെയ്യിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റോളം നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക നല്ലോണം. അപ്പോൾ പഴതെ ഉടഞ്ഞ് കിട്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേണ്ട. ഇനി അതിലേക്ക് ഒരു അര കപ്പോളം പഞ്ചസാര ചേർത്തു. ആ പഞ്ചസാരനെ ഒന്ന് നന്നായി മെൽറ്റാവോളം ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടണം കേട്ടോ. അതേവരെ ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അതേ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ കൂടി നാളികേരം ഒരു മുറി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മുറി നാളികേരം അതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നാളികേരം ചേർത്തു. പിന്നെ ഏലക്കായ ഒരു 3-5 ഏലക്കായ ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഏലക്കായും ചേർത്തു. പിന്നെ അവിൽ വറുത്ത് വെച്ച് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു കപ്പ് ആ അവിലും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സാക്കി യോജിപ്പിക്കുക കേട്ടോ. എല്ലാം കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് അത് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതേ കണ്ട ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാൻ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായിട്ട് കേട്ടോ, ദോശ ചൂടാളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരേ കയ്യിലൊഴിച്ച് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദോശ പോലെ ആദ്യം ചുട്ടെടുക്കട്ടെ, മറിച്ചിടണമൊന്നും വേണ്ട. അങ്ങനെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റട്ടെ ഓരോന്ന്. ഇങ്ങനെ വേണ്ട. അപ്പോൾ ഒരുവിധം വെന്തുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാതും ദോശ പോലെ അങ്ങനെ ചുട്ടെടുക്കുക ആദ്യം. അപ്പോൾ ആ മാവ് കൊണ്ട് മുഴുവൻ നമ്മൾ ദോശകൾ ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ദോശകളിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ആ ഉള്ളിൽ വെച്ച ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓരോ ദോശയിലും. അപ്പോൾ അതാണ് നമ്മളിത് മറിച്ചിടാനുണ്ടാന്ന് പറയണം. മറിച്ചിട്ട് ആ ഭാഗം കൂടി ഇങ്ങനെ മുരിച്ചൽ പോലെ ആ ഒട്ടി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് അതിൽ ഫില്ലിങ് നടുഭാഗത്ത് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നടുഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് റെഡിയാക്കണം കേട്ടോ. 2 സൈഡിൽ നിന്ന് മടക്കാം, പിന്നെ മറ്റേ തലയും കൂടി മടക്കാം അങ്ങനെ. അപ്പോൾ ഇത് ഒട്ടിക്കണത് പോരാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മൈദ കലക്കിയിട്ട് ഒട്ടിച്ചാൽ തീരെ പോരില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഉൾഭാഗം ഇങ്ങനെ നമ്മൾ വേവിക്കാത്ത ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന വെച്ചിട്ട് ചെയ്യണത്. ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. കാരണം മൈദയൊന്നും പറ്റി കൊടുക്കണില്ല. ഇങ്ങനെ അമർത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണ്ട. അപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇതുപോലെ എല്ലാ ദോശയിലും ഇങ്ങനെ ഫില്ലിങ് വെച്ച് നിറച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ പൊട്ടാതെ ഓരോ ദോശകൾ ഇങ്ങനെ എടുക്കുക. അതിൻ്റെ നടുവിൽ പറഞ്ഞ പോലെ ആ ഫില്ലിങ്ങിന് നടുഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. പഴവും ഇതൊക്കെ അവിലും നാളികേരമൊക്കെ ചേർന്നല്ലോ നല്ല ടേസ്റ്റായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്ത കാരണം എല്ലാം കൂടിയിട്ട് നന്നായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇനി ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായി എണ്ണ ഒന്ന് ഇത്തിരി ഒഴിച്ചിട്ട് അതിലൊന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് വരും. ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കും ചെയ്യാം കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇത് കൂടാണ്ട് റോസ്റ്റ് ചെയ്താൽ ഇതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പം ഇതുപോലെ എല്ലാതും ഫില്ലിങ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്യാം. എന്നും നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ അല്ലേ, അപ്പോൾ ചപ്പാത്തിയൊക്കെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൈദ കൊണ്ടൊക്കെ ഇടയ്ക്കൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് അത്. നല്ല ടേസ്റ്റല്ലേ കഴിക്കാനും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെയൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ഇത് കൂടി ഒന്നിച്ച് കഴിക്കുമ്പോഴേ ദോശ മാത്രം കഴിക്കണ പോലെയല്ല, ഫില്ലിങ് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അതിന്. അപ്പം എല്ലാതും ഇനി ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഞാനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാതും നമ്മളിത് തയ്യാറാക്കിയത് എല്ലാതും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നൊക്കെ എല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒരു 3 എണ്ണം ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 എണ്ണം ഒന്ന് വെച്ച് അടിയിൽ അങ്ങനെ നന്നായി മുക്കി പൊരിക്കൊന്നും വേണ്ട. അടിയിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗം മറയ്ക്കാറായി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിഭാഗം മറയ്ക്കാറായി. അതിൻ്റെ അടിഭാഗം ഓരോന്ന് മറിച്ചെടുക്കുക കേട്ടോ. അടി ഇങ്ങനെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് അത് കടിച്ച് കഴിക്കാൻ കണ്ടോ. അങ്ങനെ ഒന്ന് പതുക്കെ മറിച്ചിടാം കേട്ടോ. ഇനി ആ അടിഭാഗം കൂടി ഒന്ന് കുറച്ച് നേരം 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് വേറെ എടുത്ത് മാറ്റാം കേട്ടോ. എണ്ണയിൽ നിന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ അടിഭാഗം റെഡി ആയിട്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ കണ്ടോ 3 എണ്ണം കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി രണ്ടാമത്തെ ട്രിപ്പ് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു 3 എണ്ണം കൂടി അത് വെക്കാനായിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ 2ാം ട്രിപ്പും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2ാം ട്രിപ്പ് ഒരു 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിഭാഗം അതിന് ശേഷം ഒന്ന് മറയ്ക്കാം നമുക്ക്. പെട്ടെന്ന് ഒരു ചട്ടം കൊണ്ടൊക്കെ മറിച്ചാൽ ചിലപ്പോൾ പൊട്ടി. അത് കാരണം ഞാൻ പതുക്കെ ഇങ്ങനെ മറിച്ച് കൊടുക്കണം കേട്ടോ. 2 ചട്ടമൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അടിഭാഗം മറിച്ചിട്ട് മറ്റേ ഭാഗവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ ഭാഗവും ആയാൽ നമുക്കത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. വേണ്ട. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.